അമേരിക്കയിൽ വെച്ച് അപകടത്തെ തുടർന്ന് കാലം ചെയ്ത അത്തനേഷ്യസ് മാർ യോഹാന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര അല്പസമയത്തിനകം ആരംഭിക്കും. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഭൗതിക ശരീരം നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചത്. അല്പസമയത്തിനകം വിലാപയാത്ര ആരംഭിക്കും. ഇപ്പോൾ കൊച്ചിയിലാണ് മൃതദേഹമുള്ളത്. നേരത്തെ അമേരിക്കയിലെ ഡലാസിൽ വെച്ച് പ്രഭാത നടത്തത്തിനിടെയാണ് വാഹനം ഇടിച്ച് ബിലീവേഴ്സ് ചർച്ച് സ്ഥാപകനും മേലധ്യക്ഷനുമായിട്ടുള്ള യോഹാൻ മാർ അത്തനേഷ്യസിന്റെ മരണം സംഭവിച്ചത്. ഡാനി പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഡാനി, ഇന്ന് രാവിലെ ഭൗതിക ശരീരം കൊച്ചിയിലെത്തിച്ചു. ഇപ്പോൾ എവിടെയാണുള്ളത്? അവിടെ പ്രാർത്ഥനയുടെ ദൃശ്യങ്ങൾ കാണാം. അവിടെ ഒരു പൊതു ദർശനത്തിലുള്ള സാഹചര്യമുണ്ടോ? എന്താണ് വിശദാംശം? എൽദോ, ഇന്ന് പുലർച്ചെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മെത്രാപ്പോലീത്ത അത്തനേഷ്യസ് യോഹാന്റെ ഭൗതിക ശരീരം എത്തിയത്. ഇതിനുശേഷം ഇവിടെ ക്രമീകരിച്ചിട്ടുള്ള ഇവിടെ താൽക്കാലികമായി ഇപ്പോൾ അന്ത്യശുശ്രൂഷ ചടങ്ങുകൾക്ക് അതിൻ്റെ ഒരു പ്രാഥമികമായ തുടക്കം. ഏതാണ്ട് വിവിധ ഘട്ടങ്ങളിലൂടെയാണ് അന്ത്യശുശ്രൂഷ ചടങ്ങുകൾ പുരോഗമിക്കുക. ഇവിടെ നിന്ന് ഇതിന്റെ ഭൗതിക ശരീരം വിലാപയാത്രയായി അല്പസമയത്തിനകം തന്നെ പുറപ്പെടും. അപ്പോൾ അതിനു മുൻപായി നടത്തുന്ന പ്രാഥമികമായ പ്രാർത്ഥനാ ചടങ്ങുകൾക്കാണ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ാണ് ഇവിടെയുള്ളത്. അന്തിമ ദർശനത്തിന് വിപുലമായ സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ള കാരണം അത് അടുത്ത ദിവസങ്ങളിലാണ് ഔദ്യോഗികമായ യാത്രയയപ്പ് ചടങ്ങുകൾ ഇതെല്ലാം തന്നെ നടക്കുന്നത്. അതുകൊണ്ട് വളരെ കുറച്ചു പേർ മാത്രമാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഇത് അല്പസമയത്തിനകം തന്നെ മൃതദേഹം വിലാപയാത്രയിൽ തിരുവല്ലയ്ക്ക് പുറപ്പെടും. ആലപ്പുഴ വഴിയാണ് കടന്നു പോകുക. വൈകിട്ട് 5:45 തിരുവല്ല പൗരാവലിയുടെ അന്ത്യാഞ്ജലിക്ക് ശേഷം 7:30 സഭ ആസ്ഥാനത്തെത്തും. 8 മണി മുതൽ വിവിധ ഘട്ടങ്ങളിലായി ശുശ്രൂഷകൾ നടത്തും. മെയ് 20 പൊതുദർശനം ക്രമീകരിച്ചിട്ടുള്ളത്. നാളെയാണ് ആ പൊതുദർശനത്തിനുള്ള ഒരു ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. രാവിലെ 9 മണി മുതൽ 21 രാവിലെ 9 മണി വരെയാണ് ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ പൊതുദർശനം ചടങ്ങുകൾ നടക്കുക. 11 മണിക്ക് സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ച 1 മണിയോടുകൂടി മൃതദേഹം 21 കബറടക്കം. ഈ രീതിയിലാണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുന്നത്. പാരമ്പര്യ പ്രകാരമുള്ള 8 ഘട്ടങ്ങളിലായും നടത്തേണ്ട കബറടക്ക ശുശ്രൂഷകളുടെ ആദ്യഘട്ടം നേരത്തെ അമേരിക്കയിൽ വെച്ച് തന്നെ തുടങ്ങിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മറ്റ് ചടങ്ങുകളടക്കം ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് സഭയുടെ വിവിധ തലങ്ങളിലുള്ള ബിഷപ്പ്മാരടക്കമുള്ള ഉന്നതർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള വിശ്വാസി സമൂഹത്തെ കൂട്ടിച്ചേർക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്ന് തെളിയിക്കുന്ന രീതിയിൽ തന്നെയാണ് നിരവധി പേർ ഇവിടെയും അന്തിമോപചാരം അർപ്പിക്കുവാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. 2003 ബിലീവേഴ്സ് ചർച്ച് എന്ന സഭയ്ക്ക് രൂപം നൽകുമ്പോൾ അത് വലിയ രീതിയിൽ ആതുര ശുശ്രൂഷാ രംഗത്തേക്ക് അടക്കം വലിയ രീതിയിലേക്ക് അത് അതിന്റെ ഒരു പ്രവർത്തനം മാറിയിരുന്നു. തുടർന്ന് ഇന്ത്യയിലുടനീളം സഭാ കാരുണ്യ പ്രവർത്തനങ്ങൾ അടക്കം ഏറ്റെടുത്തിരുന്നു. 2017 ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എന്ന പേര് മാറുന്നത്. രാജ്യത്തിന് പുറത്ത് ലോകത്തെമ്പാടും വേരുകളൂന്നുന്ന രീതിയിലേക്ക് സഭയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതിൽ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ഏതായാലും അദ്ദേഹത്തിന് വാഹനാപകടം അമേരിക്കയിൽ വെച്ച് സംഭവിക്കുകയായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ അവസാന യാത്ര പറച്ചിലിന് വേണ്ടി അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നു. സഭയുടെ ആസ്ഥാനത്ത് 21 സംസ്കാര ചടങ്ങുകൾ നടക്കുക. നാളെ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം പ്രത്യേകം സജ്ജീകരിച്ച ഇവരുടെ തന്നെ സഭയുടെ തന്നെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിന്റെ അവിടെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ചടങ്ങുകൾ നടക്കുന്നത്. ഏതാനും അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് വിലാപയാത്ര പുറപ്പെടും. നിരവധിയായ വാഹനങ്ങളിലടക്കം അദ്ദേഹത്തിന്റെ സഭയിലെ അംഗങ്ങളെല്ലാവരും തന്നെ അദ്ദേഹത്തിന്റെ അന്തിമയാത്രയിൽ അനുഗമിക്കും. ആലപ്പുഴ വഴിയാകും വിലാപയാത്ര കടന്നു പോകുക. എൽദോ.
അമേരിക്കയിൽ വെച്ച് അപകടത്തെ തുടർന്ന് കാലം ചെയ്ത ബിലീവേഴ്സ് ചർച്ച് അധ്യക്ഷൻ ബിഷപ്പ് അത്തനേഷ്യസ് മാർ യോഹാൻ മെത്രാപ്പൊലീത്തയുടെ ഭൗതിക ശരീരം ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ അത് വിമാനത്താവളത്തിന് സമീപമുള്ള സഭയുടെ തന്നെ ഒരു സ്ഥാപനത്തിൽ അവിടെ ഉണ്ട്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ അവിടെ നിന്ന് വിലാപയാത്ര ആരംഭിക്കും എന്നാണെങ്കിലും അതിൻ്റെ ക്രമങ്ങൾ അത് വിശദീകരിക്കും ബിലീവേഴ്സ് ചർച്ചിൻ്റെ PR കൂടിയായിട്ടുള്ള ഫാദർ സിജോ പന്തമ്പള്ളി. അഭിമന്യ മെത്രാപ്പോളിസ് തിരുമനസിന്റെ ഭൗതിക ശരീരം വിലാപയാത്രയായിട്ട് കൊണ്ടുപോവുകയാണ്. നമ്മൾ ആലുവ, എടപ്പള്ളി, ആലപ്പുഴ, അമ്പലപ്പുഴ, വിയപുരം, അതിനുശേഷം അഭിവന്ധ്യ പിതാവിന്റെ ജന്മസ്ഥലമായ നിരണത്ത് സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പള്ളിയിൽ ശുശ്രൂഷകൾക്കും പൊതുദർശനത്തിനുമായിട്ട് വെക്കുന്നതായിരിക്കും. അതിനുശേഷം തിരുവല്ല പട്ടണത്തിലൂടെ സഭയുടെ ആസ്ഥാനത്തേക്ക് കടന്നു ചെല്ലും. തിരുവല്ല പട്ടണത്തിൽ അവിടുത്തെ പൗരാവലി ഒരുക്കുന്ന അനുശോചനവും കടന്നു പോകുന്ന വഴിക്ക് ഹരിപ്പാട് നഗരസഭയുടെ അനുശോചനവും നമ്മൾ ചെറിയ സമയം നിർത്തി അവരുടെ അനുശോചനം ഏറ്റുവാങ്ങിയ ശേഷം സഭാ ആസ്ഥാനത്ത് എത്തിച്ചേരുകയും സഭാ ആസ്ഥാനത്ത് ഇന്ന് രാത്രിയിൽ പല ഘട്ടങ്ങളിലായിട്ടുള്ള ശുശ്രൂഷകൾ നടക്കുകയും നാളെ രാവിലെ 9 മണിക്ക് പൊതുദർശനത്തിന് വെക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് രാത്രി പൊതുദർശനം ഉണ്ടായിരിക്കുന്നതല്ല, മറിച്ച് സഭാ ശുശ്രൂഷകളും വൈദികരും പിതാക്കന്മാരൊക്കെ ഉണ്ട്. അവരുടെ ശുശ്രൂഷകളും മറ്റ് ചടങ്ങുകളും നടക്കും. നാളെ രാവിലെ 9 മണിയാകുമ്പോൾ പൊതുദർശനത്തിന് വെക്കുന്നതായിരിക്കും. പൊതുദർശനം 21-ാം തീയതി രാവിലെ 9 മണി വരെ തുടരും. 21 രാവിലെ 9 മണിക്ക് അഭിവന്ധ്യ പിതാവിന്റെ ഭൗതിക ശരീരം വിലാപയാത്രയായി കത്തീഡ്രൽ പള്ളിയിലേക്ക് കൊണ്ടുപോയി പിന്നീട് കബറടക്ക ശുശ്രൂഷകൾ അവിടെ നടക്കുകയായിരിക്കും ചെയ്യുക. ബിലീവേഴ്സ് ചർച്ചിന്റെ മീഡിയ റിലേഷൻ മാനേജർ കൂടിയായിട്ടുള്ള ഫാദർ സിജോ പന്തപ്പള്ളിയാണ് ഇപ്പോൾ പ്രതികരിച്ചത്. എന്നാലും കാലം ചെയ്ത അത്തനേഷ്യസ് മാർ യോഹാൻ മെത്രാപ്പൊലീത്തയുടെ ഭൗതിക ശരീരം അല്പസമയത്തിനകം കൊച്ചിയിൽ നിന്ന് വിലാപയാത്രയായി സഭാ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകും. അവിടെ തിരുവല്ലയിൽ പൗരാവലിയുടെ അന്തിമോപചാര ചടങ്ങുകളുണ്ട്. അതിനുശേഷമായിരിക്കും സഭാ ആസ്ഥാനത്തേക്ക് എത്തുക. രാത്രിയോടുകൂടി മാത്രമേ എത്തുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കണം. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, ഇത് പൂർണ്ണമായും ഈ വൈദികർ, അത് ഈ ബിലീവേഴ്സ് ചർച്ചിന്റെ മാത്രം വൈദികരാണോ, അത് മറ്റ് സഭാ നേതൃത്വങ്ങളുടെ സാന്നിധ്യമുണ്ടോ അവിടെ? മറ്റാരെങ്കിലും അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു നെടുമ്പാശ്ശേരി? എൽദോ, നിലവിൽ ഇപ്പോൾ സഭയുടെ പുരോഹിതരും അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാനികരും മാത്രമാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. കാരണം ഇത് തീർത്തും സഭയുടെ മാത്രമായി നടത്തുന്ന ഒരു ചടങ്ങാണ്. അങ്ങനെയാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് ഇവിടെ ഇത്തരമൊരു ചടങ്ങ് ആ രീതിയിൽ നടക്കുന്നു എന്ന് അറിയിച്ചിട്ടുള്ളത് പോലും. അതുകൊണ്ട് തന്നെയും വിശ്വാസികളുടെ എണ്ണവും വളരെ കുറവാണ്. കാരണം ഇത് ഈ പരിസരത്തുള്ളവർ, ഇതറിഞ്ഞ് ഇവിടേക്ക് എത്തുന്നവർ മാത്രമാണ് ഇവിടെയുള്ളത്. കാരണം അത്തരത്തിലുള്ള ഒരു ക്രമീകരണം സാധിക്കില്ല എന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇവിടെ ഇപ്പോൾ ആംബുലൻസിൽ അത് പുറത്തുനിന്ന് കാണാവുന്ന രീതിയിലാണ് അത്ര അന്തിമോപചാരം അർപ്പിക്കണമെങ്കിൽ സാധിക്കുകയുള്ളൂ. ഔദ്യോഗികമായ ചടങ്ങുകളെല്ലാം നടക്കുന്നത് ബിലീവേഴ്സ് ചർച്ചിന്റെ ആസ്ഥാനത്താണ്. അതുകൊണ്ട് ഇവിടേക്ക് വിശ്വാസികളോ മറ്റുള്ളവരോ എത്തേണ്ടതില്ല എന്ന് തന്നെയാണ് സഭയുടെ ഒരു അറിയിപ്പുള്ളത്. അതുകൊണ്ട് തന്നെയും വളരെ കുറച്ചു പേർ മാത്രമാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളതും. നിലവിൽ ഇവിടെ വിലാപയാത്രയെ അനുഗമിക്കുന്നതിനായി വന്നിരിക്കുന്ന വാഹനങ്ങളും വിശ്വാസികളും വളരെ കുറച്ചു പേർ മാത്രമാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. വൈകാതെ വിലാപയാത്ര ഇവിടെ നിന്ന് പുറപ്പെടും. അതിനെ അനുഗമിച്ചുകൊണ്ട് വാഹനങ്ങൾ തുടരും. ആലപ്പുഴ വഴി അവിടെ സഭാ ആസ്ഥാനമായ തിരുവല്ലയ്ക്ക് അവിടേക്ക് എത്തുമ്പോൾ വലിയ രീതിയിലൊരു വിശ്വാസികളുടെ വലിയ സഞ്ചയം തന്നെ അവിടെ കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിലും ഇന്ന് അവിടെ സഭാസ്ഥാനത്ത് എത്തുമ്പോഴും വലിയ രീതിയിൽ അന്തിമോപചാരം അർപ്പിക്കുവാൻ സാധിക്കുകയില്ല. അത് നേരത്തെ സഭാ വക്താവ് അറിയിച്ചതുപോലെ അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഇന്ന് ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. നാളെ ഒരു പകൽ മുഴുവനായും തന്നെ, ഒരു പകലും രാത്രിയും മുഴുവനായും തന്നെ ഇതിനുവേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തുക എന്നതാണ് സഭാ വക്താക്കളും സഭാ നേതൃത്വവും വിശ്വാസം ഇവിടെ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നു. അങ്ങനെയുള്ളവരെല്ലാവരും തന്നെയും ആ ദിവസം അതുകൊണ്ട് അവിടെയുള്ള ശ്രേഷ്ഠന്മാരുടെ കൂട്ടത്തിൽ വസിക്കുമാറാകണമേ.
സന്തോഷത്തോടെ സ്വീകരിക്കണമേ. വിശുദ്ധ സ്തുതിയും ശ്രേഷ്ഠമായവരോടുകൂടെ 8 ക്രമങ്ങളായി നടക്കുന്ന സംസ്കാര ശുശ്രൂഷകൾ, അതിൻ്റെ ആദ്യ ക്രമങ്ങൾ അത് അമേരിക്കയിൽ വെച്ച് നടത്തിയിരുന്നു. ഇപ്പോൾ ശേഷിക്കുന്ന ക്രമങ്ങളാണ് നാട്ടിലെത്തിയ ശേഷം ഇപ്പോൾ പുരോഗമിക്കുന്നത്. 12 മണിയോടുകൂടി വിലാപയാത്രയായി ഭൗതിക ശരീരം തിരുവല്ലയിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനം. ഡാനി, ഈ 12 മണി എന്നുള്ള സമയം അത് സമയക്രമം പാലിക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ? കാരണം ഒരുപാട് വിശ്വാസികൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനെത്തില്ലേ? അന്തിമോപചാരം അർപ്പിക്കാൻ സാധിക്കുമെന്നൊരു വിശ്വാസത്തിൽ പലരും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കാരണം പലരും ഈ സ്ഥലം കണ്ടെത്തി ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അറിയുന്നത് കൃത്യമായ രീതിയിൽ തന്നെ ഇവിടെ നിന്ന് പുറപ്പെടും. ഇപ്പോൾ നടക്കുന്ന, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ശുശ്രൂഷാ ചടങ്ങുകൾ, അന്ത്യശുശ്രൂഷാ ചടങ്ങുകൾ പൂർത്തീകരിച്ചാൽ ഉടൻ തന്നെ ഇവിടെ നിന്ന് വാഹന വിലാപയാത്ര ഇവിടെ നിന്ന് പുറപ്പെടും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം അതിലൊരു താമസം ഉണ്ടാവില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഇനി തിരുവല്ലയിലടക്കം എത്തിച്ചേരേണ്ടത് സമയബന്ധിതമായി ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഇവിടെ നിന്ന് പുറപ്പെടുന്ന സമയത്തിന്റെ കാര്യത്തിൽ യാതൊരു ഇളവുമില്ല. ഇവിടെ നിന്ന് പുറപ്പെടും ആളുകൾ ഇവിടേക്ക്, വിശ്വാസികൾ ഇവിടേക്ക് പലരും ഇപ്പോഴായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഒരു അറിയിപ്പ് ഇവിടെ നിന്ന് 12 മണിയോടുകൂടി വിലാപയാത്രയായി പുറപ്പെടും. ഇവിടെ ഇങ്ങനൊരു ചടങ്ങ് എന്ന രീതിയിലേക്ക്, ശുശ്രൂഷകൾ നടക്കുന്നു എന്ന രീതിയിലേക്ക് ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ആണ് ആ ചടങ്ങിലേക്ക് കടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലരെങ്കിലും ഇവിടേക്ക് വന്നു ചേരുന്നുണ്ട്. പക്ഷെ അത്തരമൊരു അന്തിമോപചാരത്തിനോ അന്തിമ ദർശനത്തിനുള്ളൊരു ക്രമീകരണങ്ങൾ ഇവിടെ ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. കൃത്യമായ സമയത്ത് തന്നെ ഇവിടെ നിന്ന് പുറപ്പെടും എന്ന് തന്നെയാണ് സഭ വക്താവ് അല്പസമയത്തിനു മുൻപും പറഞ്ഞിരിക്കുന്നത്. വിലാപയാത്ര കടന്നു പോകുന്ന വഴി ആലപ്പുഴ വഴി കടന്നു പോകുന്നുണ്ട്. അപ്പോൾ എവിടെയും ഇപ്പോൾ ഇത് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല. അത് ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയാൽ വീണ്ടും സമയം വൈകാനുള്ള ഒരു സാധ്യതയുണ്ടെന്നാണ് നിലവിലെ ഒരു ചർച്ചയിലുള്ളത്. എങ്കിലും ഈ പോകുന്ന വഴിയിൽ സഭാ അംഗങ്ങൾ, സഭാ വിശ്വാസികൾ കൂടുകയും അന്തിമോപചാരം അർപ്പിക്കുവാനുള്ള അവസരം നൽകണമെന്ന് അഭ്യർത്ഥിക്കാനുള്ള ഒരു സാധ്യതയുമെല്ലാം ഉണ്ട്. അത്തരം സമയം കൂടി കണക്കിലെടുക്കുന്നുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് രാത്രിയോടുകൂടി എത്തിച്ചേരാനുള്ള ഒരു സാധ്യത ഇപ്പോൾ പറയുന്നത്. നാളെ മുഴുവനായും തന്നെയും പൊതുജനങ്ങൾക്ക്, അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കെല്ലാം തന്നെ അന്തിമോപചാരം അർപ്പിക്കുവാനുള്ള ക്രമീകരണങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് എന്നാണ് സഭ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. വലിയ രീതിയിൽ വിശ്വാസി സമൂഹത്തിൽ, സഭ ബിലീവേഴ്സ് ചർച്ചിന്റെ ഒരു വിശ്വാസ സമൂഹ ഗണത്തിൽ വലിയ രീതിയിൽ ആഴത്തിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകുവാനായിട്ട് കഴിഞ്ഞിരുന്നു. അതിന്റെ ഒരു ഉത്തമമായ ഒരു ദൃശ്യം തന്നെയാണ് ഇവിടേക്ക് എത്തുന്നവരെ എണ്ണമെടുക്കുമ്പോൾ ഇവിടേക്ക് ഈ വളരെ ഷോർട്ട് നോട്ടീസ് ഇത് അറിഞ്ഞുകൊണ്ട് ഇവിടേക്ക് പലരും വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രത്യേകിച്ച് ബിലീവേഴ്സ് ചർച്ചിന്റെ ഭാഗമായിട്ടുള്ള ആശുപത്രിയും എല്ലാം തന്നെയും നിരവധി പേർക്ക് വലിയ രീതിയിലുള്ള ഒരു ഉപകാരമായിട്ട് തന്നെ മാറിയിരുന്നു. അതെല്ലാം ഇവിടെ വന്നവർ എല്ലാം തന്നെ അത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഒരു സഭ എന്ന രീതിയിൽ തന്നെ വിശ്വാസ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ തിരുവല്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങുക, ഒപ്പം തന്നെയും അത് സാധാരണക്കാരന് ചികിത്സ ഉറപ്പാക്കാൻ കഴിയുന്ന ആ മേഖലയിൽ അങ്ങനെയൊരു സ്ഥാപനം കൊണ്ടുവരുന്നത് വലിയ രീതിയിലൊരു വെല്ലുവിളികൾ തന്നെയായിരുന്നു. അത് പൂർണ്ണമാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. മാത്രവുമല്ല, ഇന്ത്യയിലുടനീളം കാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നതിൽ സഭയ്ക്ക് വലിയൊരു ഇടപെടൽ നടത്തുവാനായിട്ട് അതിന് സാധിച്ചിട്ടുണ്ട്. 2017 ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എന്ന പേര് മാറ്റുമ്പോൾ തന്നെയും ലോകമെമ്പാടും വേദികളുള്ള ഒരു ക്രൈസ്തവ സഭയുടെ ഭാഗമാകാൻ, ക്രൈസ്തവ സഭയുടെ ഭാഗമാകുവാൻ വേണ്ടി തന്നെ സാധിക്കുകയും ചെയ്തിരുന്നു. പ്രഥമ മെത്രാപ്പോലിത്ത സ്ഥാനമാണ്
അദ്ദേഹം ഈ സഭയിൽ അദ്ദേഹം അലങ്കരിക്കുകയും ചെയ്തിരുന്നത്. ഈ രീതിയിൽ വിപുലമായ ബന്ധങ്ങളും ഒപ്പം തന്നെ വിശ്വാസികളിൽ വിപുലമായ സ്വാധീനവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. വളരെ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന്റെ വിയോഗമുണ്ടാകുന്നത്. അമേരിക്കയിൽ വെച്ച് വാഹനാപകടം ഉണ്ടാകുമ്പോൾ അദ്ദേഹം ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചെത്തുമെന്നൊരു വലിയ പ്രതീക്ഷ എല്ലാവരിലും ബാക്കി നിൽക്കിയിരുന്നു. പക്ഷേ പ്രതീക്ഷകളെയും പ്രാർത്ഥനകളെയും നിരർത്ഥകമാക്കിക്കൊണ്ടാണ് അദ്ദേഹം ജീവൻ വെടിയുന്നു. തുടർന്ന് ഇപ്പോൾ പിന്നീട് നടത്തിയ ദിവസങ്ങളിൽ ഇവിടേക്ക് മൃതദേഹം എത്തിക്കുക, ഒപ്പം തന്നെ ഭൗതിക ശരീരം എത്തിക്കുക, തുടർന്ന് സഭയുടെ ആചാരപരമായ അദ്ദേഹത്തിന് വിടവാങ്ങൽ നൽകുക എന്നതിന്റെ ഒരു ക്രമീകരണത്തിൽ ആയിരുന്നു തുടർന്നുള്ള ദിവസങ്ങൾ ഉണ്ടായിരുന്നത്. അമേരിക്കയിൽ വെച്ച് തന്നെയും വിദേശ അന്തിമ ശുശ്രൂഷ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. അവിടെ കൊളംബോ ഗിഗാലി ഭദ്രാസനാധിപൻ മാർ അക്കാറിയോസ് മുഖ്യ കാർമ്മികനായിരുന്ന ശുശ്രൂഷയിൽ അവിടെ നോർത്ത് അമേരിക്കൻ ഭദ്രാസനാധിപൻ ഡാനിയൽ മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ സഹകാർമ്മികനായിരുന്നു. ഒപ്പം മറ്റ് വിശ്വാസ സമൂഹത്തിലെ മറ്റുള്ളവരും തന്നെ ഈ ചടങ്ങുകളിലടക്കം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പാരമ്പര്യ പ്രകാരം അദ്ദേഹത്തിന് 8 ഘട്ടങ്ങളിലായി നടത്തേണ്ട കബറടക്ക ശുശ്രൂഷയുടെ തുടക്കമായിരുന്നു അമേരിക്കയിൽ നടത്തിയത്. ഇപ്പോൾ അവശേഷിക്കുന്നത് ഇവിടെ ഇപ്പോൾ നടക്കുന്ന ഈ ശുശ്രൂഷ ചടങ്ങുകൾക്കൊപ്പം തന്നെയും തിരുവല്ലയിൽ എത്തിയതിനു ശേഷം ബാക്കിയുള്ള ചടങ്ങുകൾ കൂടി പൂർത്തിയാക്കുകയും ചെയ്യും. പിന്നീട് വിപുലമായ രീതിയിൽ പൊതുദർശനത്തിനടക്കമുള്ള വലിയ ക്രമീകരണങ്ങളടക്കം ചെയ്തിരിക്കുകയും പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷമായിരിക്കും നിസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക. അല്പസമയത്തിനകം ഇവിടെ നിന്ന് അന്തിമ ശുശ്രൂഷ ചടങ്ങുകളുടെ ഒരു ഘട്ടം പൂർത്തീകരിച്ചുകൊണ്ട് മൃതദേഹം വിലാപയാത്രയായി പുറപ്പെടും. എഴുതോ ഡാനി, ഒരു സുവിശേഷകനായി ആയിരുന്നു തുടക്കം KP യോഹന്നാൻ എന്നുള്ള പേരിൽ. പിന്നീട് ആതുര രംഗത്ത് വലിയ തോതിലുള്ള പ്രവർത്തനം, അങ്ങനെ ഒരു വിപുലമായിട്ടുള്ള ഒരു വിശ്വാസി സമൂഹത്തിൻ്റെ പിന്തുണ, പിന്നീട് ബിലീവേഴ്സ് ചർച്ച് എന്നുള്ള ഒരു സഭ ഇൻഡിപെൻഡൻറ്റ് സഭയായി മാറുന്നു. അങ്ങനെ അതിൻ്റെ പ്രഥമ അധ്യക്ഷനാകുന്നു, പ്രഥമ ബിഷപ്പായി മാറുന്നു. അങ്ങനെ ഒരു ദൂരെ നിന്ന് മാറി നോക്കുമ്പോൾ ഈ ബിലീവേഴ്സ് ചർച്ചിലെ വിശ്വാസികൾക്കും അല്ലാതെ മറ്റ് ഇതര സഭക്കാരും മറ്റ് ജനങ്ങളും നോക്കുമ്പോൾ ഈ ആതുര രംഗത്തുള്ള സേവനമായിരിക്കും ഏറ്റവും കൂടുതൽ ഓർത്തെടുക്കുക. ഈ എങ്ങനെയാണ് സഭയിലെ വിശ്വാസികളൊക്കെ ഇദ്ദേഹത്തിൻ്റെ വിയോഗത്തെ നോക്കിക്കാണുന്നത്? അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത കാലഘട്ടത്തിലൂടെ ഒന്ന് പോയി വരാം. എന്തോ സൂചിപ്പിച്ചത് വളരെ കൃത്യമാണ്. കാരണം ഒരു സുവിശേഷ പ്രാസംഗികനായി അദ്ദേഹം തുടങ്ങുന്നു. പിന്നീട് ഒരു സഭയുടെ വക്താവായി അദ്ദേഹം മാറുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ആ രീതിയിലടക്കം അദ്ദേഹം മുന്നോട്ട് പോവുകയും എല്ലാം തന്നെ ചെയ്യുന്നു. പക്ഷെ അതിനപ്പുറം അദ്ദേഹത്തിന്റെ ഇടപെടലുകളെല്ലാം തന്നെ വളരെ വിപുലമായിരുന്നു എന്നതാണ്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്നതിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ വളരെ ശ്രദ്ധേയം തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ റേഡിയോ സംഭാഷണങ്ങളിലൂടെ നിരവധി പേരെ ഇതിലേക്ക് തന്നെ ആത്മീയയാത്ര എന്ന് തുടങ്ങുന്ന പരിപാടിയിൽ അദ്ദേഹം നിരവധി പേരെ തന്നെ ഇതിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ സുവിശേഷ പ്രഘോഷണങ്ങളുടെ എല്ലാം തന്നെ ഒരു തുടക്കകാലം. ഒരു ബൈബിൾ പ്രസംഗം നടത്തുക എന്നതിനേക്കാളും അപ്പുറം അദ്ദേഹം ഓരോ കുടുംബത്തെയും ഓരോ വ്യക്തികളെയും നേരിട്ട് സംവദിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളെ മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നതാണ് ഏറ്റവും വലിയ നേട്ടം. ഓരോ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം ആളുകളായി തന്നെ മാറുകയും ചെയ്തിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ അതിലൂടെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഒരു ബൈബിൾ പ്രസംഗം നടത്തുക എന്നതിനേക്കാളും അപ്പുറം ആ രീതിയിലുള്ള ഒരു ഇടപെടൽ തീർത്തും വൈകാരികമായി അവരോട് ഓരോ ശ്രോതാക്കളോട് ചേർന്ന് പോകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാലഘട്ടത്തിനനുസരിച്ച് അദ്ദേഹത്തിനെ ചുവടുവെക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ്. റേഡിയോയിൽ നിന്ന് പിന്നീട് ടെലിവിഷനിലേക്ക് ഈ നമ്മുടെ തന്നെ ഒരു സാമൂഹ്യ ലോകം വളരുമ്പോൾ അതിനൊപ്പം അദ്ദേഹത്തിന് ചേർന്ന് നിൽക്കാനായിട്ട് സാധിച്ചിരുന്നു. അദ്ദേഹം ടെലിവിഷൻ ചാനലുകളിലേക്ക് അദ്ദേഹം കടക്കുകയും സുവിശേഷ പ്രഘോഷണങ്ങൾ ആ രീതിയിലേക്ക് മാറ്റുകയും എല്ലാം തന്നെ ചെയ്തതും
അദ്ദേഹത്തിന്റെ ഒരു ദീർഘദർശിത്വം തന്നെയാണ് ആ രീതിയിലേക്ക് കാര്യങ്ങൾ ഏകോപിപ്പിക്കാനായിട്ട് കഴിയുകയും ചെയ്തിരുന്നത്. പിന്നീട് ആത്മീയ രംഗത്ത് നിന്ന് ഒപ്പം തന്നെയാണ് ആതുര ശുശ്രൂഷ രംഗത്തേക്കും അദ്ദേഹം കടന്നു പോവുകയും ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് തന്നെയും ആ മേഖലയിൽ അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഒരു സഭയുടെ കീഴിൽ അത്തരമൊരു കാര്യങ്ങൾ പുറത്തു സ്ഥാപനം തുടങ്ങുമ്പോൾ ഒരു ആശുപത്രിയെല്ലാം തന്നെ പ്രാവർത്തികമാക്കുമ്പോൾ അത് സഭയ്ക്കുണ്ടായിരുന്ന ഒരു പേര് കാര്യങ്ങളെല്ലാം തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് ഉപകരിക്കപ്പെട്ടു. ആ രീതിയിലേക്ക് അദ്ദേഹം മാറ്റിയെടുത്തു എന്നതാണ്. സാധുക്കൾക്ക് കടന്നു വരാൻ കഴിയുന്ന രീതിയിലേക്ക് ഒപ്പം തന്നെയും അവിടെ ഒരു പണം ഒരു മാനദണ്ഡം ആക്കേണ്ടതില്ല, അവിടേക്ക് വരാം, ആർക്കും ചികിത്സ ഉറപ്പിക്കാൻ കഴിയുമെന്ന രീതിയിലേക്ക് എല്ലാം തന്നെ ഈ ബിലീവേഴ്സ് ചർച്ചിന്റെ കീഴിലുള്ള ഈ ആശുപത്രിക്കടക്കം അദ്ദേഹത്തിന് പെരുമ നേടിക്കൊടുക്കാൻ. ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ അവിടെ നിന്നുള്ള വിലാപയാത്ര ആരംഭിക്കുകയാണോ? അവിടുത്തെ ശുശ്രൂഷകൾ പൂർത്തിയായും തോന്നുന്നു. 11:35 ആയതേ ഉള്ളൂ, പക്ഷേ 11:38 ആയതേ ഉള്ളൂ. എങ്കിൽ പോലും നേരത്തെ തന്നെ വിലാപയാത്ര ആരംഭിക്കാനുള്ള ശ്രമത്തിലാണോ ഇപ്പോൾ അവിടെ സഭാ നേതൃത്വം? ഇപ്പോൾ അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ വിലാപയാത്ര പുറപ്പെടാമെന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. കാരണം മഴയടക്കം ഇതിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട്, ശക്തി പ്രാപിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയും അല്പം നേരത്തെ 12 മണി എന്നൊരു ക്രമീകരണമായിരുന്നു. പക്ഷെ അത് മാറിയിരിക്കുന്നു. 12 മണിക്ക് മുൻപായിട്ട് 12:30 ചടങ്ങുകളും പൂർത്തീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയും വിലാപയാത്ര പുറപ്പെടാമെന്ന ആ രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ വിലാപയാത്ര പുറപ്പെടുകയും ചെയ്യും. ഇവിടെ വന്നിരിക്കുന്ന പുരോഹിതർ എല്ലാവരും ഇവിടേക്ക് വാഹനങ്ങളിലേക്ക് കയറുന്നു.